ഹലോ വെൽക്കം ബാക്ക് ടു ഷാദിയുടെ ലോകം. ഒരുപാട് സന്തോഷിച്ച പിന്നെയും പിന്നെ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഓർമ്മകളുള്ള ഒരു ബർത്ത്ഡേയുടെ അടയാളപ്പെടുത്തലാണ് കേട്ടോ ഈ വ്ളോഗ്. റാസിയും ഹിബയും യു കെന്ന് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ നൂറിനെയും സുബീനത്താനെയും ഒക്കെ കൂട്ടി, പിന്നെ അവൻ്റെ ഗൾഫിൽ നിന്ന് വന്ന കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരെയും കൂടെ കൂട്ടി എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. ബീച്ചിലുള്ള തക്കാരത്തിൽ വെച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും കണ്ടത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഫുഡ് ഉത്തരവാദിത്തത്തോടെ ഓർഡർ ചെയ്യുന്ന മെയിൻ റാസിനെയാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. റാസി ഓർഡർ ചെയ്തൊരു വൈക്കായപ്പോഴത്തേക്ക് നൂറും ദിൽഷാദും ബർത്ത്ഡേ കേക്കും കൊണ്ടുവന്നേ. അത് കഴിഞ്ഞ് തക്കാരത്തിന് ഒരു ഷീറ്റ് തരുന്നുണ്ട്, ഗെയിമൊക്കെ കളിച്ച് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും അതിലോരോരോ ഉത്തരം കണ്ടെത്തുന്ന തിരക്കിലൊക്കെ ആയി. അപ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ ഓരോന്നായിട്ട് വന്നു തുടങ്ങി കേട്ടോ. നൂറും റാസിയും ഒക്കെ പണ്ടെന്നോ ഇവിടുത്തെ മുസമ്മിൽ ചിക്കനോ അങ്ങനെ എന്തോ ഒരു പറയുന്നൊരു ഐറ്റം, പേര് കറക്റ്റ് ഓർമ്മയില്ല, മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കണമെന്ന് പറഞ്ഞാണ് കയറും പൊട്ടിച്ച് ഇവിടെ എത്തിയത്. എന്നിട്ടാണെങ്കിലോ അത്ര ടേസ്റ്റിൽ അത് കിട്ടിയതുമില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ ഇതല്ല നിങ്ങൾ അന്ന് കഴിച്ചത്, വേറെയാണെന്നും പറഞ്ഞുകൊണ്ട് വേറെയും ഓർഡർ ചെയ്തു. ഡ്രൈ മുസമ്മിൽന്നോ അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞത്. പക്ഷേ ഇത് രണ്ടും കഴിച്ചിട്ടും ഇവർക്ക് അന്ന് കഴിച്ച ടേസ്റ്റ് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മുമ്പ് കഴിക്കാത്തതുകൊണ്ട് എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ. ഞാൻ കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ. ടേബിളിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഓരോ ഏരിയയിലെ ഐറ്റംസ് തീർക്കേണ്ട ഉത്തരവാദിത്വം ഓരോരോ ആൾക്കാർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ യു കെന്ന് പല്ല് നന്നാക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് എത്തിയ ഹിബ അതുപോലും മറന്നു ഒരേ തീറ്റയായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞാ ചൂടുണ്ട് 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 എന്ത് തോന്നാനാ. സകലമാന ആൾക്കാരുടെയും വീഡിയോ എടുത്ത് നടന്ന എൻ്റെ കെട്ടിയോന് പക്ഷെ ക്യാമറ കാണുന്നത് അലർജിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. ജ്യൂസ് കുടിപ്പിച്ച് കിടത്തുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇക്കാൻ്റെ ജ്യൂസ് പകുതിയായപ്പോഴത്തേക്കും ദിൽഷാദ് പറഞ്ഞ വാട്ടർ മിലാൻ ജ്യൂസ് എത്തി. വാട്ടർ മെലൺ അല്ല കേട്ടോ, വാട്ടർ മിലാൻ. ഇനിയാണ് ബർത്ത്ഡേയുടെ മെയിൻ പരിപാടികളിലേക്ക് കടക്കുന്നത്. കേക്ക് മുറിക്കണ്ടേ നമുക്ക്. അങ്ങനെ കേക്ക് മുറിക്കുകയാണ്. റാസിയുടെ ഗംഭീര അനൗൺസ്മെൻറ്റോട് കൂടി പരിപാടികൾ ആരംഭിച്ചു. റാസിയുടെ ഗംഭീര അനൗൺസ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തക്കാരത്തിലെ എല്ലാവരുടെയും ബർത്ത്ഡേ വിഷസ് കിട്ടുന്നുണ്ടായിരുന്നേ. അപ്പോൾ കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സ്ക്വയറിൽ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഓരോ ടേബിളിലേക്ക് ഓരോ കേക്ക് ഇതെല്ലാവർക്കും കൊടുത്തു കേട്ടോ. ആ സന്തോഷത്തിൽ എല്ലാവരും അങ്ങ് ഭാഗമാവട്ടെ. ഇതാണ് കേട്ടോ അദ്രു. അദ്രു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തക്കാരത്തിലെത്തി ഓരോ ഐറ്റംസ് ഓർഡർ ചെയ്യുമ്പോഴും അത് സ്നേഹത്തോടെ ഞങ്ങൾക്ക് വിളമ്പി തന്ന അല്ലെങ്കിൽ കൊണ്ടു തന്ന തക്കാരത്തിലെ ജോലിക്കാരനാണ് കേട്ടോ. ഒരു കേക്ക് വീതിച്ച് എല്ലാവർക്കും കൊടുത്തെത്തിയപ്പോഴത്തേക്കും ദാ വരുന്നു അടുത്ത കേക്ക്. സ്വന്തം ബർത്ത്ഡേക്ക് ഒരു കേക്കൊക്കെ മുറിക്കാൻ ആർക്കും പറ്റും, രണ്ടെണ്ണം മുറിക്കാൻ ഒരു റേഞ്ചൊക്കെ വേണം. സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയി. രണ്ടാമത്തെ കേക്ക് ദിൽഷാദിൻ്റെ വകയായിരുന്നു. ദിൽഷാദ് ഒരു പ്യുവർ ജെമ്മാണ് കേട്ടോ. ഡയറ്റാന്നും പറഞ്ഞ് കൊടുത്ത കേക്ക് നൂറ് എനിക്ക് തന്നെ തന്നു. അല്ലെങ്കിൽ ഈ കേക്കൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഡയറ്റിനെ കുറിച്ചൊക്കെ ഓർമ്മ വരുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ പല്ലുവേദനക്കാരി ഹിബ പക്ഷെ അതൊക്കെ മറന്നു കേട്ടോ. ചികഞ്ഞു നോക്കിയാൽ തോരാതെ പെയ്യുന്ന ഓർമ്മകളുടെ മയമേഘക്കെട്ടുകളാണ് ഓരോ ഫോട്ടോകളെന്ന് പണ്ടൊരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. ആ മഹാൻ ഇപ്പം എൻ്റെ കെട്ടിയവനാണ്. ഏതായാലും ആ പതിവ് തെറ്റിച്ചില്ല. ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഓരോ ഫോട്ടോകൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബീച്ച് വരെ നടന്നു. അപ്പോഴാണ് സ്റ്റാർബക്സ് കണ്ടത്. എന്നാൽ പിന്നെ അടുത്ത ആഘോഷം സ്റ്റാർബക്സിലാവട്ടെ എന്ന് വിചാരിച്ചു. സ്റ്റാർബക്സ് കയറി 2 കോഫിയൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് ദേ നൂറിൻ്റെ കെട്ടിയോൻ വരുന്നു. പിന്നെ കെട്ടിപ്പിടുത്തായി, കഥ പറച്ചിലായി, എന്തൊക്കെ കാണണം. ഞാനും എൻ്റെ കെട്ടിയോനും ഉത്തരവാദിത്തപ്പെട്ട ജോലിക്കാരായതുകൊണ്ടും പിറ്റേന്ന് ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ടും കുറച്ചു നേരം കഥ പറഞ്ഞിരുന്ന് ഞങ്ങൾ രണ്ടും വീട്ടിൽ പോയി. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാവേ.